നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. സിറിയയിൽ പുതിയ അധികാരമേറ്റുകൊണ്ട് പുതിയ ഭരണാധികാരിയായി HTSന്റെ നേതാവ് അൽ ജുലാനി തന്നെ എത്താൻ പോകുന്നു എന്നുള്ള സൂചന നേരത്തെ പുറത്തു വന്നിരുന്നു. പക്ഷേ ജുലാനി ആകട്ടെ അമേരിക്കൻ സർക്കാർ $1 കോടി തലയ്ക്ക് വില കൽപ്പിച്ച ഒരാൾ കൂടിയാണ്. വിമത നേതാവിനെ ജീവനോടെയോ അല്ലാതെയോ പിടികൂടി നൽകുന്നവർക്ക് പാരിതോഷികം പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു അമേരിക്ക. എന്നാൽ സിറിയയിലെ വിമത നേതാവായ അബൂ മുഹമ്മദ് അൽ ജുലാനിയുടെ തലയ്ക്കുള്ള വില അത് അമേരിക്ക പിൻവലിച്ചിരിക്കുന്നു. ഹയത്ത് തഹ്രീർ അൽ ഷമാമിൻ്റെ മേധാവി ജുലാനിയെ പിടികൂടാൻ സഹായിച്ചാൽ നൽകുന്ന ഈ ഇമാമാണ് ഇപ്പോൾ അമേരിക്കൻ സർക്കാർ തന്നെ പിൻവലിച്ചത്. കഴിഞ്ഞ ദിവസം സിറിയയിൽ അമേരിക്കൻ പ്രതിനിധി സംഘം ഒരു സന്ദർശനം നടത്തിയിരുന്നു. അതിനു മുൻപ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ അടക്കം ജുലാനി നൽകിയ ഒരു പ്രഖ്യാപനം, ജുലാനി ലോകത്തോട് വിളിച്ചു പറഞ്ഞ ചില കാര്യങ്ങൾ അതുതന്നെയാണ് ശ്രദ്ധേയമായിട്ടുള്ളത്. ജുലാനിയുടെ ഒരു വാക്കുണ്ടായിരുന്നു, അതായത് ഇതുവരെ നിങ്ങൾ കണ്ടതുപോലെയല്ല, ഒരിക്കലും സിറിയ മറ്റൊരു അഫ്ഗാനിസ്ഥാനായി മാറുകയില്ല. സിറിയയിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും അവർക്ക് വേണ്ട വിധത്തിലുള്ള അവകാശങ്ങൾ ലഭിക്കും, അവർക്ക് പഠിക്കാനുള്ള അനുവാദം ലഭിക്കും, അന്താരാഷ്ട്ര സംസ്കാരമൊക്കെ തന്നെ ഇവിടെയും അതുപോലെ തന്നെ പുലരാനുള്ള സ്വാതന്ത്ര്യവും സാഹചര്യവും ഒക്കെ തങ്ങൾ ഉയർത്തുമെന്നും ഉണ്ടാക്കുമെന്നും തങ്ങൾക്കിപ്പോഴില്ലാത്ത സാഹചര്യങ്ങളെ പുനർനിർമ്മിച്ചു നൽകാനായി ലോകരാജ്യങ്ങളോട് അഭ്യർത്ഥിക്കുന്നുവെന്ന് കൂടി ജുലാനി പറഞ്ഞിരുന്നു. അൽ ജുലാനി സിറിയയിൽ അധികാരത്തിലെത്തിയ സാഹചര്യത്തിൽ ഇനി പിടികിട്ടാപ്പുട്ടിയായി നിലനിർത്തുന്നത് ശരിയല്ല എന്നുള്ള വിലയിരുത്തലിലേക്ക് അമേരിക്കയും അങ്ങനെ കടക്കുകയാണ്. അമേരിക്കൻ സംഘത്തോട് കൃത്യമായ നിർദ്ദേശങ്ങൾ ജുലാനി പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. പശ്ചിമേഷ്യ സന്ദർശിക്കുന്ന അമേരിക്കൻ നയതന്ത്ര സംഘവും സിറിയൻ വിമത നേതാവും തമ്മിൽ ഡമാസ്കസിൽ വെച്ചൊരു കൂടിക്കാഴ്ച നടത്തിയിരുന്നു. HTSന്റെ അൽ ഷാം എന്ന സംഘടന ഇപ്പോഴും ഭീകര പട്ടികയിൽ തന്നെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഹയാത്ത് തഹ്രീർ അൽ ഷാം എന്ന സംഘടനയാണ് ഈ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ ഇതിനെയും ഭീകരവാദ പട്ടികയിൽ നിന്നും നീക്കാനുള്ള ഒരു ആലോചന ഒരുപക്ഷെ അമേരിക്കയ്ക്ക് ഉണ്ടാകുമെന്നാണ് നിലവിൽ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സിറിയയിലെ വിമതരുടെ അട്ടിമറിയിൽ ആദ്യമായി സിറിയൻ പ്രസിഡന്റ് ഒരു പ്രതികരണം നടത്തിയ വിവരവും കഴിഞ്ഞ ദിവസം തന്നെ പുറത്തു വന്നിരുന്നു. ബാഷർ അൽ അസദാണ് ഇങ്ങനെ ഒരു പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. സിറിയയിൽ സംഭവിച്ചിരിക്കുന്നത് ഒരു തീവ്രവാദ പ്രവർത്തനമാണെന്നും സിറിയ വിടാൻ നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നില്ലെന്നുമാണ് അസദ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. റഷ്യയിലാണ് അസദ് അഭയം തേടിയിരിക്കുന്നത്. ഒരു കാലത്തും ഒരിക്കലും റഷ്യയിൽ അഭയം തേടുന്നതിനെക്കുറിച്ച് താൻ ആലോചിച്ചിട്ടേയില്ല എന്നാണ് അസദ് പറയുന്നത്. അത്തരമൊരു നിർദ്ദേശവും തനിക്ക് മുന്നിൽ വന്നിട്ടില്ല എന്നാണ് അസദിന്റെ ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന വാർത്താക്കുറിപ്പിലൂടെ പറയുന്നത്. മോസ്കോയിൽ അഭയം തേടി 9 ദിവസം പിന്നിട്ട് കഴിയുമ്പോഴാണ് ആദ്യമായ ഒരു പ്രതികരണം നടത്താനായി അസദിന് ധൈര്യമുണ്ടാകുന്നത്. ഡിസംബർ 8-ാം തീയതി രാത്രിയാണ് അസദ് സിറിയ വിട്ട് ജീവനും കൊണ്ട് പ്രാണനും കൊണ്ട് ഓടിയാകുന്നത്. എന്നാൽ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന പ്രസ്താവനയിലും പ്രസിഡന്റ് ബാഷർ അൽ അസദ് എന്ന പേര് തന്നെയാണ് പങ്കുവച്ചിരിക്കുന്നത്. തീവ്രവാദികൾക്കെതിരെ ഉറപ്പായും പൊരുതുക എന്ന ലക്ഷ്യം തന്നെയാണ് തനിക്കുള്ളത്. വ്യക്തിപരമായ നേട്ടത്തിനു വേണ്ടി ഒന്നും തന്നെ താൻ ചെയ്തിട്ടില്ല എന്നും രാജ്യം തീവ്രവാദികളുടെ കയ്യിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ താൻ പിന്നെ എന്തിനാണ് അവിടെ പദവിയിൽ തുടരുന്നത്, അത് തികച്ചും അർദ്ധശൂന്യമാണെന്നുമാണ് ഇപ്പോൾ അസദ് പറഞ്ഞിരിക്കുന്നത്. സിറിയൻ ജനതയോടുള്ള തൻ്റെ ബന്ധത്തിന് യാതൊരു തരത്തിലുമുള്ള ഇളക്കം തട്ടിയിട്ടില്ല. ഉറപ്പായും താൻ രാജ്യം സ്വതന്ത്രമാകുമെന്ന പ്രതീക്ഷ തന്നെയാണ് പങ്കുവയ്ക്കുന്നത്. ഉറപ്പായും അതിനുള്ള ഒരു പുലരി ഉണ്ടാകുമെന്ന് കൂടിയാണ് അസദ് ഇപ്പോൾ കുറിപ്പിലൂടെ പങ്കുവയ്ക്കുന്നത്. എന്നാൽ അസദ് രാജ്യം വിട്ടു പോയതിന് പിന്നാലെ ഇതുവരെ അസദ് നടത്തിയിട്ടുള്ള കൂട്ടക്കൊലകളെക്കുറിച്ചുള്ള വാർത്തകളും ലോകം ചർച്ചയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഡിസംബർ 8-ാം തീയതി പുലർച്ചെ വരെ ദമാസ്കസിൽ താൻ ഉണ്ടായിരുന്നു. റഷ്യൻ വ്യോമത്താവളം ആക്രമിച്ചപ്പോഴാണ് തനിക്കും രാജ്യം വിടേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. ഡ്രോൺ ആക്രമണം ഉണ്ടായതോടെ റഷ്യ തന്നെ അടിയന്തരമായി അവിടെ നിന്ന് മാറ്റിയെന്നാണ് അസദിന്റെ പ്രസ്താവന. ഏകദേശം 2082 കോടി രൂപയാണ് അസദ് മോസ്കോയിലേക്ക് കടത്തിയത്, അതായത് ഏകദേശം $250 മില്യൺ. അതിനുശേഷമാണ് അസദ് രക്ഷപ്പെട്ടതായി ഫിനാൻഷ്യൽ ടൈംസ് അടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്. 2018-2019 കാലയളവിൽ ഏകദേശം 2 ടൺ $100 നോട്ടുകളുടെ 500 യൂറോയുടെ കറൻസി നോട്ടുകളും ഉൾപ്പെടുന്നുവെന്നാണ് ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത്. കറൻസി നോട്ടുകൾ മോസ്കോയിലെ വിമാനത്താവളത്തിൽ എത്തിച്ച ശേഷം റഷ്യൻ ബാങ്കുകളിലൊക്കെ നിക്ഷേപിച്ചുവെന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നില്ല. ഒപ്പം തന്നെ റഷ്യയിൽ ഇതിനു മുൻപ് തന്നെ അസദിന്റെ ബന്ധുക്കൾ രഹസ്യമായി പലയിടത്തും സ്വത്തുവകകൾ വാങ്ങിക്കൂട്ടിയെന്നും ഒരു കാലത്ത് അസദിന് രാജ്യം വിടേണ്ടി വരുമെന്ന തിരിച്ചറിവുണ്ടായതിന്റെ അടിസ്ഥാനത്തിൽ അസദ് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നേരത്തെ തന്നെ പ്ലാൻ ചെയ്തതാണെന്നും ചൂണ്ടിക്കാണിക്കുന്നു. 2011 സർക്കാർ വിരുദ്ധ പ്രതിഷേധങ്ങളെ തുടർന്ന് ഏറെക്കാലമായി നീണ്ടുനിന്ന ഒരു പതിറ്റാണ്ടിലധികം നീണ്ടുനിന്ന ആഭ്യന്തര യുദ്ധത്തിന് ശേഷമാണ് ഹയാത്ത് തഹ്രീർ അൽ ഷമാമിന്റെ നേതൃത്വത്തിലുള്ള 11 ദിവസത്തെ ആക്രമണത്തിന് ശേഷം കൃത്യം 12-ാം ദിവസം ഡിസംബർ 8-ാം തീയതി സിറിയയുടെ നിയന്ത്രണം
HTS പിടിച്ചെടുത്തത്. ശേഷം അസദ് അവിടെ നിന്നും പലായനം ചെയ്തു. ആഭ്യന്തര യുദ്ധത്തെ തുടർന്ന് ഏകദേശം 5 ലക്ഷത്തിലധികം ആളുകൾ കൊല്ലപ്പെട്ടു. രാജ്യത്തെ ജനസംഖ്യയുടെ പകുതിയിലധികം ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. റഷ്യയായിരുന്നു ഇത്രയും കാലം അസദിന് എല്ലാ തരത്തിലുള്ള സഹായങ്ങൾ നൽകി പോന്നിരുന്നത്. റഷ്യ വർഷങ്ങളായി ഈ ഭരണത്തെ പിന്തുണയ്ക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ റഷ്യയും മറ്റു തരത്തിൽ മുന്നോട്ട് നീങ്ങാൻ കഴിയാത്ത, റഷ്യയിലടക്കം യുദ്ധം കൊടുമ്പിരികൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ മറ്റൊരു രാജ്യത്ത് കൂടി യുദ്ധം നടത്തുന്നതിൽ അർത്ഥമില്ല എന്നുള്ള തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ റഷ്യയും പിൻവലിയും എന്ന് മനസ്സിലായതോടെയാണ് രാജ്യം വിട്ടുപോകാൻ അസദ് തയ്യാറായതെന്നാണ് മറ്റു ചിലർ ചൂണ്ടിക്കാണിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.